ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് രാവിലെ എണീച്ച് ബ്ലാക്ക് കോഫി കുടിച്ചാൽ ഫാറ്റ് ബേൺ ആവും എന്നുള്ളത്. അതിന് ശേഷം ഞാൻ എപ്പോഴും രാവിലെ എണീച്ചിട്ട് ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി കുടിക്കും കേട്ടോ. ഫാറ്റ് ബേൺ ആണോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷേ നല്ല സുഖമുണ്ട്. കാരണം വെച്ചാലില്ലേ ഒരു 8 മണിക്ക് അല്ല സോറി ഒരു 6-7 മണിയാകുമ്പോൾ കുടിച്ചാൽ ഒരു 10-11 മണി വരെ നമുക്ക് വിശക്കേയില്ല. ഞാനാണെങ്കിൽ ആരെയാണ് സ്കൂളിൽ വിട്ട് ഒരു 2-3 റൗണ്ട് നടന്നിട്ട് വീട്ടിൽ വരുവോളം നല്ല ആക്റ്റീവായിട്ടുണ്ടാകും, നല്ല തെളിഞ്ഞ് നിൽക്കും ഞങ്ങൾ. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യട്ടെ. രാവിലെ എണീച്ച് ഒരു ഗ്ലാസ് ബ്ലാക്ക് കോഫി അടിച്ച് ഞങ്ങൾ പണിയെല്ലാം കഴിയുന്ന വരെ ഞങ്ങൾ നല്ല ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തന്നെ പുട്ടും കടലക്കറിയാണ്. ഞാൻ നാട്ടിൽ നിന്നില്ലേ വരുമ്പം കുറച്ച് തേങ്ങ വറുത്തിട്ട് കൊണ്ടുവരും. അപ്പം ഇപ്രാവശ്യം രാജുവേട്ടൻ നാട്ടിൽ പോയപ്പം ഒരു 10 തേങ്ങ അച്ഛൻ വറുത്തിട്ട് കൊടുത്തയച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര പണി എളുപ്പമാണ്. എനിക്ക് എപ്പോഴും വറുത്തരച്ച കറിയാണ്. രാവിലെ എനിക്ക് വറുത്തരച്ച കടലക്കറി, വറുത്തരച്ച ചിക്കൻ കറി, പിന്നെ എന്തെങ്കിലും ഇപ്പം തേങ്ങ ചേരാൻ മടിയായി ഞാൻ അപ്പയിൽ ഈ തേങ്ങ ഇട്ടിട്ട് കറി വെക്കും. പക്ഷെ നല്ല സൂപ്പറാട്ടാ. ഞാനിപ്പോൾ കൊടുത്തിട്ട് ഒരു 1.5-2 മാസത്തോളമായി, ഒരു കേടും സംഭവിച്ചിട്ടില്ല. ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാട്ടാ. ഇവിടെ തേങ്ങക്കെല്ലാം ഭയങ്കര വിലയാണ്. അതിനും കൂടെ ഞാൻ നാട്ടിൽ നിന്നാണ് സ്ഥിരം തേങ്ങ വറുത്തിട്ട് കൊണ്ടുവരലുണ്ട്. അതിൻ്റെ അടുത്ത് ആര്യനെ എണീച്ചു, ഓനെ പല്ലിപ്പിച്ച് ഓൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഓനുള്ള ബൂസ്റ്റ് ഞാൻ കലക്കി കൊടുത്ത്. ഓൻ രാവിലെ എണീച്ച് ചായയൊന്നും കൊടുക്കലില്ല, പാലിൽ ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുക്കലാണ്. ഓനത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഓൻ പാൽ കുടിക്കലില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ് ആണെന്നെങ്കിലും ഇട്ട് കൊടുക്കും. പിന്നെ നല്ല ചൂട് പുട്ട് റെഡിയായി. ഇവിടെ റവ പുട്ടാട്ട ഉണ്ടാക്കൽ, അരിപ്പുട്ട് ആർക്കും ഇവിടെ ഇഷ്ടമില്ല. പിന്നെ ഞാൻ കടലക്കറിക്ക് ഒരു ചെറിയ താളിപ്പെല്ലാം കൊടുത്ത് അതിന് ഉള്ളിയിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതാക്കിയിട്ട് വെച്ച് ഇതുമ്പം ഈ കടലക്കറി എന്ന് വെച്ചാൽ ചിലപ്പം ഇന്ന് രാത്രി വരെ അല്ലെങ്കിൽ നാളെ രാവിലെ വരെ ഓടുന്ന കടലക്കറിയാണ്. ഞാൻ നീട്ടിരി കടലക്കറി വെക്കും. പിന്നെ ഞാൻ വേഗം ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾക്കൊന്ന് പുറത്തെല്ലാം പോകാനുണ്ട്. അപ്പം